നമസ്കാരം. ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിലാണ്. ഇവിടെ സുഹൃതം സേവാ കേന്ദ്രത്തിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. കോട്ടയം ജില്ലയിലെ അടക്കം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന സക്ഷമ എന്നൊരു സംഘടനയുണ്ട്. ഈ സംഘടനയുടെ ഭിന്നശേഷിക്കാർക്കായുള്ള പ്രവർത്തനങ്ങളുടെ ഒരു പരിചയപ്പെടുത്തൽ കൂടിയാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ഭിന്നശേഷിക്കാർക്കടക്കം സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് സക്ഷമ. ഈ സക്ഷമയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സമൂഹത്തിന് ഏത് രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യുന്നത്, അതോടൊപ്പം ഈ പ്രവർത്തന മേഖലകൾ എങ്ങനെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ സക്ഷമ ബന്ധപ്പെടാം, അവരുടെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. സക്ഷമയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയായ എൻ ശ്രീജിത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് ശ്രീജിത്തിനോട് തന്നെ ചോദിക്കാം, എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, എന്താണ് സക്ഷമ എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. ഏതായാലും എന്താണ് സക്ഷമ, എന്താണ് ഈ ഒരു പ്രവർത്തനങ്ങൾ, നിങ്ങൾ ഈ എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്, എന്താണ് ഈ സക്ഷമ എന്നൊരു സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സക്ഷമയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഭിന്നശേഷി കുട്ടിയുടെ രക്ഷകർത്താവ് എന്നുള്ള നിലയ്ക്കാണ് ആദ്യമായി സക്ഷമയുമായിട്ട് ബന്ധപ്പെടുന്നത്. ഞാനൊരു സ്പെഷ്യൽ പേരൻ്റാണ്. എൻ്റെ കുട്ടിക്ക് 10 വയസ്സായി. ഓട്ടിസ്റ്റിക്കാണ് മകള്. അപ്പോൾ ആ മകളുടെ വിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയ സമയത്താണ് ഇത്രയും വലിയൊരു സമൂഹം നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാവുകയും അങ്ങനെ ഈ സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെ, സംഘടനകളെയൊക്കെ പരിചയപ്പെടാനായിട്ട് അവസരം ലഭിക്കുകയും ചെയ്തത്. സക്ഷമയെയും അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. സക്ഷമയുടെ മുഴുവൻ പേര് സമദൃഷ്ടി ക്ഷമതാ വികാസ് മണ്ഡൽ എന്നുള്ളതാണ്. 2008 സക്ഷമ ഒരു ചാരിറ്റബിൾ സംഘടന എന്നുള്ള നിലയ്ക്ക് രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. എറണാകുളം കേന്ദ്രീകരിച്ചിട്ടാണ് സംഘടന രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സക്ഷമയുടെ പേരിൽ നിന്ന് തന്നെ സക്ഷമ എന്താണ് മുന്നോട്ട് വെക്കുന്ന ആശയം എന്നുള്ളത് സ്പഷ്ടമാണ്. സമദൃഷ്ടി എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഭിന്നശേഷിയുള്ള ആൾക്കാർ, രാജ്യത്തെ RPWD നിയമപ്രകാരം 21 തരം ആൾക്കാരാണ് ഭിന്നശേഷി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നത്. അങ്ങനെയുള്ള 21 വിഭാഗങ്ങളെ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള ശാരീരിക, മാനസിക, ബൗദ്ധിക, രക്തസംബന്ധമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം നമ്മുടെ കേരളത്തിലെ ഏറ്റവും അവസാനം ജനസംഖ്യാപരമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നടന്നത് 2018 ആ സമയത്ത് 8 ലക്ഷത്തോളം ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ മാത്രം ഭിന്നശേഷിയുള്ള ആൾക്കാരായിട്ടുള്ളത്. ഈ ഒരു ഭിന്നശേഷി സമൂഹത്തെ തുല്യദൃഷ്ടിയോടുകൂടിയിട്ട് കണ്ട്, നമുക്ക് സമന്മാരായിട്ട് തന്നെ കണ്ട്, അവരുടെ കഴിവുകളെ, ക്ഷമതയെ വർദ്ധിപ്പിച്ച് ഉയർത്തിയെടുക്കുന്നതിനും അവരെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും ചേർത്ത് നിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് സക്ഷമ ആരംഭിക്കപ്പെട്ടത്. 2008 ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞു, ഭിന്നശേഷിക്കാരെ ആളുകളുടെ ക്ഷേമമാണ് നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഇവരുടെ ക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ട് വളരെ വലിയൊരു ടാസ്ക്കാണിത്. അപ്പോൾ ആ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മൾ നടത്തുന്നത്? ഇപ്പോൾ നമുക്ക് പലർക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ വന്ന് ഞങ്ങളുടെ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കത് പരിഹരിക്കാൻ ഇടപെടണം എന്ന് പറയാനൊക്കെ വലിയ മടിയുള്ളൊരു കാലഘട്ടമുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്ത് അറിയാൻ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പുറത്തറിയാതെ മാക്സിമം കവർ നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇവരിലേക്ക് എത്തുന്നത്? സക്ഷമയുടെ ഒരു പ്രത്യേകത, സക്ഷമ ഭിന്നശേഷി രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് എങ്കിലും ഭിന്നശേഷി ഉള്ളവർ മാത്രം ഉൾക്കൊള്ളുന്ന സംഘടനയല്ല. സക്ഷമയ്ക്കുള്ളിൽ ഭിന്നശേഷിയുള്ള ആൾക്കാരുണ്ട്, ഭിന്നശേഷിയുള്ളവരുടെ രക്ഷകർത്താക്കളുണ്ട്. ഒപ്പം ഈ ഭിന്നശേഷി സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നമ്മുടെ സക്ഷമയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാകാം. അങ്ങനെയാണ് സക്ഷമ ഭിന്നശേഷി ഉള്ളവരെയും ഭിന്നശേഷി ഇല്ലാത്തവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ചാണ് സക്ഷമയുടെ പ്രവർത്തനം നടക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചത് ശരിയാണ്. പലപ്പോഴും ഭിന്നശേഷിയുള്ള ഒരാൾ വീട്ടിലുണ്ടായാൽ അയാളുടെ ഭിന്നശേഷിത്വത്തെക്കുറിച്ച് പുറമേ പറയുവാൻ, കാരണം ഇന്നും ആൾക്കാർക്ക് ധാരാളം തെറ്റിദ്ധാരണകൾ ഈ ഭിന്നശേഷി സമൂഹത്തെ കുറിച്ചുണ്ട്. ഇപ്പം ഭൗതിക വെല്ലുവിളികൾ പലതരമുണ്ട് എങ്കിലും നമ്മുടെ സമൂഹത്തിൽ എല്ലാവരെയും അറിയപ്പെടുന്നത് മന്ദബുദ്ധി എന്നുള്ള ഒരു പേരിലാണ്. പക്ഷേ ഭൗതിക വെല്ലുവിളി എന്ന് പറയുമ്പോൾ സെറിബ്രൽ പാൾസി ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഓട്ടിസം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പഠനവൈകല്യം ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഭൗതിക വെല്ലുവിളിയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഈ ഓരോ പ്രശ്നങ്ങളുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. അപ്പോൾ ആ സ്വഭാവത്തെക്കുറിച്ച് വേണ്ടത്ര ധാരണ ഇന്നും നമ്മുടെ സമൂഹത്തിലായിട്ടില്ല. അതുകൊണ്ട് സക്ഷമയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്,
നമ്മുടെ സമൂഹത്തിൽ ഈ ഭിന്നശേഷി സമൂഹത്തെ ചേർത്ത് നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ധാരാളം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സക്ഷമയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഒപ്പം ഭിന്നശേഷി സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, അത് തെറാപ്പി സെന്ററുകളായാലും സംരക്ഷണ സ്ഥാപനങ്ങളാണെങ്കിലും തൊഴിൽദാന കേന്ദ്രങ്ങളാണെങ്കിലും പെൻഷൻ പോലെയുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ ഉയർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണെങ്കിലും, അതേപോലെ തന്നെ ഉപകരണ വിതരണം പോലെയുള്ള അസിസ്റ്റീവ് ഡിവൈസസ് നൽകിക്കൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിന് മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണെങ്കിലും, സ്വയം തൊഴിൽ ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകിയിട്ടാണെങ്കിലും, പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ നേത്രദാനം പോലെയുള്ള പരിശ്രമങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. കാഴ്ചയില്ലാത്ത ആൾക്കാരിൽ കോർണിയയുടെ തകരാറ് കൊണ്ട് പ്രശ്നമുള്ള ആൾക്കാരെ കാഴ്ചയുടെ ലോകത്തേക്ക് മടക്കി എത്തിക്കാൻ വേണ്ടിയിട്ട് നേത്രദാനം പോലെയുള്ള പരിശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സക്ഷമയുടെ നേതൃത്വത്തിൽ നിലവിൽ കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന ഈ ഭിന്നശേഷിക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ ഭിന്നശേഷി വെല്ലുവിളികൾ നേരിടുന്ന ആളുകൾ, അപ്പോൾ അവർക്ക് എങ്ങനെയാണ്, അവരിൽ ഒരാൾ അല്ലെങ്കിൽ അവരുടെ ഒരു സഹായി ഒരാളുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് നമ്മളെ ബന്ധപ്പെടാൻ സാധിക്കുന്നത്, എങ്ങനെ നമ്മളിലേക്ക് എത്താൻ സാധിക്കും, നമ്മളെങ്ങനെ അവരിലേക്ക് ഈ ഒരു സഹായം എത്തിച്ചു കൊടുക്കും, എങ്ങനെയാണ് നമ്മുടെ ഒരു പ്രവർത്തനങ്ങൾ? ഒന്ന്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭിന്നശേഷിയുള്ള ആൾക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുക എളുപ്പമാണ്. കാരണം എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ അംഗൻവാടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഭിന്നശേഷി ക്ഷേമ പ്രവർത്തനങ്ങൾ, സർക്കാരിന്റെ പദ്ധതികൾ ഈ വീടുകളിലേക്ക് എത്തുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ പഞ്ചായത്തുകളിലും ഭിന്നശേഷി കൂട്ടായ്മകളുണ്ട്. അത്തരത്തിലുള്ള കൂട്ടായ്മകൾ വഴി രക്ഷകർത്താക്കൾ നമ്മുടെ സക്ഷമയ്ക്കുള്ളിൽ ഉള്ളതുകൊണ്ട് രക്ഷകർത്താക്കൾ വഴി പുതിയ പുതിയ വീടുകളിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സക്ഷമയുടെ പ്രവർത്തനം ഒരു 17 വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും അത്യാവശ്യം ഒരു സാമാന്യ പരിചയം സമൂഹത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളെ തേടി ഇങ്ങോട്ട് ഫോൺ കോളുകൾ വരാറുണ്ട്. സക്ഷമയ്ക്ക് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഇപ്പോൾ ഓഫീസുകളുണ്ട്. കോട്ടയത്തെ ഓഫീസ് ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നത് തിരുനക്കരയിലെ തെക്കേ ഗോപുരത്തിന് മുന്നിലാണ് സക്ഷമയുടെ ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ജില്ലാ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടും നിലവിൽ എല്ലാ താലൂക്കുകളിലും, ജില്ലാ സമിതിയെ കൂടാതെ തന്നെ എല്ലാ താലൂക്കുകളിലും സക്ഷമയ്ക്ക് സന്നദ്ധ പ്രവർത്തകരുണ്ട്. 23 പഞ്ചായത്തുകളിൽ സക്ഷമയ്ക്ക് ഇപ്പോൾ നിലവിൽ കോട്ടയത്ത് സന്നദ്ധ പ്രവർത്തകരുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ ഈ പ്രവർത്തകർ മുഖാന്തരം ധാരാളം ആൾക്കാർ ഇപ്പോൾ നമ്മളെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ 48 കുടുംബങ്ങൾക്ക് നമ്മളിപ്പോൾ പ്രതിമാസ സഹായം, ചികിത്സാ സഹായവും അതുപോലെ തന്നെ സ്കോളർഷിപ്പും അതുപോലെ പ്രതിമാസ ഭക്ഷണ സാമഗ്രികളായിട്ടും ഒക്കെ നമ്മൾ നിലവിൽ 48 കുടുംബങ്ങൾക്ക് പ്രതിമാസം ഇപ്പോൾ തന്നെ നമ്മൾ നൽകി വരുന്നുണ്ട്. ആ സഹായങ്ങൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് നടന്നു വരികയാണ്. അപ്പോൾ ഈ സംവിധാനങ്ങൾ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് സക്ഷമയുമായിട്ട് തീർച്ചയായിട്ടും ആർക്കെങ്കിലും ബന്ധപ്പെടാനായിട്ട് സാധിക്കും. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ നോർമൽ ഒരു കുട്ടിയെ വളർത്താനുള്ളൊരു ചിലവ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പക്ഷേ ഇരട്ടിയോ അതിന് മുകളിലോ ആകും ഒരു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ചിലവുകൾ വരുന്ന, അല്ലെങ്കിൽ അവർക്ക് വരുന്ന മറ്റ് പ്രശ്നങ്ങളെല്ലാം, ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ളവ വരാറുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സക്ഷമ ഈ നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ ഈ ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ, പല ആൾക്കാരും നമുക്കറിയാം ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾ പലരും വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവരാകാം. അതുപോലെ രണ്ടുപേർക്കും ജോലിക്ക് പോകാൻ ഒരു കാരണവശാലും സാധിക്കില്ല, ഒരാളെങ്കിലും വീട്ടിൽ തന്നെ നിന്ന് ജോലി ചെയ്തേ പറ്റുള്ളൂ. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ഈ നമ്മൾ പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു സംഘടന, 17 വർഷം ഒരു സംഘടനയ്ക്ക് ശരിക്കും പിച്ച വെച്ച് തുടങ്ങുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന എങ്ങനെയാണ് അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ നമ്മുടേതടക്കം, അതുപോലെ തന്നെ ഇവർക്ക് ഇത്രയും വലിയൊരു ചെലവ് കണ്ടെത്തി ഇവരെ ഈ 45ഓളം കുടുംബങ്ങളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, അവർക്ക് എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ നീഡ്സ് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. ഈ ഭിന്നശേഷി കുടുംബത്തിന് വരുന്ന സാമ്പത്തിക ചെലവ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അധികമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ബുദ്ധിപരമായിട്ട് വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടിയുള്ള വീടാണെന്നുണ്ടെങ്കിൽ അവർക്ക് റെഗുലർ തെറാപ്പി മാത്രമാണ് ആ കുട്ടിയെ ഉയർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കുട്ടിക്ക് നിത്യേന തെറാപ്പി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് നിലവിൽ പരിമിതമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളെ, സ്വകാര്യ കേന്ദ്രങ്ങളെ ഒക്കെയാണ് പലപ്പോഴും തെറാപ്പിക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവിടങ്ങളിലെ ഒരു തെറാപ്പി സെഷന് ശരാശരി ഒരു 400 മുതൽ 600 രൂപ, 750 രൂപ വരെ ഒരു തെറാപ്പി സെഷന് ചിലവാകും. അപ്പോൾ സാമ്പത്തികമായിട്ട് നല്ല കരുത്തുള്ള കുടുംബങ്ങൾക്ക് മാത്രമേ ഈ സ്വകാര്യ കേന്ദ്രങ്ങളെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ. അതുകൂടാതെയാണ് പല കുട്ടികൾക്കും, ഇപ്പം എല്ലാ ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുമുള്ള ഒരു പ്രശ്നമാണ് അപസ്മാരത്തിൻ്റെ പ്രശ്നം. നിത്യേന ആയുഷ്കാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടതായിട്ടുള്ള ഭിന്നശേഷി കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ചില പ്രത്യേക രോഗങ്ങൾ, ഇപ്പോൾ മസ്കുലാർ ഡിസ്ട്രോഫിയുടെ തന്നെ ടൈപ്പ് സി ഒക്കെ വരികയാണെങ്കിൽ ഒരു ഇഞ്ചക്ഷന് മാത്രം 30 ലക്ഷം രൂപ ചിലവുള്ള രോഗങ്ങളാണ്.
ഈ കേൾവിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹിയറിംഗ് എയ്ഡിന് ഏറ്റവും കുറഞ്ഞത് 23,000 രൂപ മുതൽ 50,000 രൂപ വരെ ഡെവലപ്പ് അതെ 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 മാറിക്കൊണ്ടിരിക്കുകയും വേണം, അതിന്റെ തകരാറുകൾ പരിഹരിക്കുകയും വേണം. ഇംപ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 15 ലക്ഷം രൂപ അകത്ത് വെക്കുന്ന ഉപകരണമാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി വരും. ഒരു പൊയ്ക്കാലിനാണെങ്കിൽ ശരാശരി ഒരു 50,000 മുതൽ 90,000 രൂപ വേണ്ടി വരും. ഇതൊക്കെ ആളിന്റെ പ്രായം കൂടുന്നതനുസരിച്ച്, ശരീരത്തിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഇതൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. അതുകൊണ്ട് വലിയ ചെലവാണ് യഥാർത്ഥത്തിൽ ഈ ഭിന്നശേഷി സമൂഹത്തിന്, ഒരു ഭിന്നശേഷിയുള്ള ഒരാൾ വീട്ടിലുണ്ട് എങ്കിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ചെലവ് കണ്ടെത്താൻ വരുന്ന മറ്റൊരു തടസ്സം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ഭിന്നശേഷിയുള്ള ആളാണെങ്കിൽ വീട്ടിൽ ഒരാൾ ജോലിയെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ഇയാളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ ആ നിലയ്ക്ക് കുടുംബത്തിന്റെ സാമ്പത്തിക വരുമാനം ചുരുങ്ങുകയും ചെയ്യും, ഇതോടൊപ്പം തന്നെ ഇരട്ടി പ്രഹരമായിട്ട്. അപ്പോൾ സക്ഷമയെ സംബന്ധിച്ചിടത്തോളം സക്ഷമയുടെ ഈ സേവന പ്രവർത്തനങ്ങളെല്ലാം തീർച്ചയായിട്ടും സമൂഹത്തിന്റെ നല്ല മനസ്സുള്ള ആൾക്കാരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് നടക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ 48 പേർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ 48 പേർക്ക് പെൻഷൻ സമൂഹത്തിലെ സാമ്പത്തികമായിട്ട് ആവതുള്ള ആൾക്കാർ, ഈ ഒരു സമൂഹത്തിന്റെ ബുദ്ധിമുട്ടും അവസ്ഥയും മനസ്സിലാക്കി നമുക്ക് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ചടങ്ങുകൾ, മംഗളകാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, വിവാഹം വരുന്ന സമയത്ത്, ഒരു കുട്ടി പിറക്കുന്ന സമയത്തൊക്കെ സക്ഷമയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം സമൂഹത്തിൽ ചെയ്യണം, അത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് അങ്ങനെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൂടാതെ തന്നെ നിരന്തരമായിട്ട് തെറാപ്പിക്ക് സഹായം നൽകുന്ന ആൾക്കാരുണ്ട്, ചികിത്സാ സഹായം നൽകുന്ന ആൾക്കാരുണ്ട്, ഉപകരണങ്ങൾ വാങ്ങി നൽകി സഹായിക്കുന്ന ആൾക്കാരുണ്ട്, ചിലർ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകി നമ്മളെ സഹായിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള സാമ്പത്തിക സഹായം സക്ഷമയ്ക്ക് ലഭിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും സക്ഷമയുടെ ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ കൂടി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും ജനുവരിയിൽ ദിവ്യാംഗമിത്രം എന്നുള്ള പദ്ധതിയുണ്ട്. അതായത് ഒരു വർഷം ഒരു ദിവ്യാംഗന് വേണ്ടിയിട്ട് 500 രൂപ മാറ്റിവെക്കുക, അതായത് ഒരു മാസം 40 രൂപ വെച്ച് മാറ്റിവെക്കുക. അങ്ങനെ നമ്മൾ ദിവ്യാംഗമിത്രം വഴി കഴിഞ്ഞ വർഷം നമ്മുടെ കോട്ടയത്ത് 3600 പേര് ഈ പദ്ധതിയുടെ ഭാഗമായി. അപ്പം അങ്ങനെ നമുക്ക് സ്വരൂപിക്കുന്ന, പലരിൽ നിന്നായിട്ട് സ്വരൂപിക്കുന്ന ഈ ദിവ്യാംഗമിത്രം പദ്ധതിയിലൂടെ സ്വരൂപിക്കുന്ന തുകയും നിലവിൽ സക്ഷമയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്നുണ്ട്.